ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ശ്രീഷ്മയ്ക്ക് ഉച്ചയാകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിക്ക് വിശക്കും. മീൽസ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. കാരണം ഞങ്ങൾ കടവന്ത്രയിലുള്ള കണ്ണിമാങ്കോലേക്ക് പോകുന്നതാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു ഫോട്ടോ ആണ് കേട്ടോ അത്. അവിടുത്തെ ഇൻറ്റീരിയേഴ്സൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. ആ ഫോട്ടോ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. ശ്രീഷ്മ മീൽസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, അവൾക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ ആൾ ഇതിനിടയ്ക്ക് വ്ളോഗ് എടുക്കുമായിരുന്നു. അവളുടെ ചാനലിൻ്റെ പേര് ഞാനിവിടെ കൊടുക്കാം, വ്ളോഗ്സ് ബൈ ശ്രീ ആണ്. അവളെ ഫോളോ ചെയ്യുക. ഞാൻ ഓർഡർ ചെയ്തത് ബിരിയാണിയാണ് കേട്ടോ. ബിരിയാണിയും മാങ്ങാ ചമ്മന്തി. ഞാനത് ഇതുവരെ ബിരിയാണിയുടെ കൂടെ ചമ്മന്തി കഴിച്ചിട്ടില്ല. പിന്നെ അച്ചാറുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. ബിരിയാണി നല്ലതായിരുന്നു, മീൽസും നല്ലതായിരുന്നു. കാരണം ശ്രീഷ്മ കഴിക്കുന്നതിനിടയ്ക്ക് എനിക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു മീൽസ് ആയതുകൊണ്ട് അവളെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഞങ്ങൾക്ക് ലാസ്റ്റ് കഴിക്കാൻ പായസമൊക്കെ ഉണ്ടായിരുന്നു, അതും അടിപൊളിയായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കണ്ണിമാങ്ങയോട് വൈ പറഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ശ്രീഷ്മയ്ക്ക് അപ്പം തന്നെ മറൈൻ ഡ്രൈവിൽ പോകണം. അവൾക്ക് പെട്ടെന്ന് ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും ഒക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ കടവന്ത്ര ബസ് സ്റ്റോപ്പിലേക്ക് വരികയാണ്. അങ്ങനെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുമ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു വണ്ടി നോക്കിയപ്പോൾ അതിൽ ലുലു മാളിൽ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ F1 കാർ ഓട്ട മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള വെസ്റ്റപ്പാനാണെന്ന് തോന്നുന്നു യൂസ് ചെയ്തിട്ടുള്ള റേസിംഗ് കാറായിരുന്നു. അങ്ങനെ അത് അവിടെ വെച്ച് അപ്രതീക്ഷിതമായിട്ട് കാണാൻ പറ്റി. ലുലു മാളിൽ വന്നപ്പോൾ അത് കാണാൻ പോകാൻ പറ്റിയില്ല, പക്ഷെ അത് കാണാൻ പറ്റി. ഇങ്ങനെയാണെങ്കിലും കണ്ടതിൽ വളരെ സന്തോഷം. അങ്ങനെ ഫൈനലി അവൾ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് എത്തി. അവൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതും വാങ്ങി അവൾ ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ കഴിഞ്ഞു വന്നു. ഇതൊന്നുമല്ല, കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്കും അവൾക്ക് വീണ്ടും വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒരു കുലുക്കി സർപ്പത്തൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ കുറച്ച് ദൂരം കൂടി മുന്നോട്ട് നടക്കാമെന്ന് കയറി ഞങ്ങൾ നടന്ന് ആ മെട്രോയുടെയൊക്കെ ഇപ്പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും ഇങ്ങനൊരു സ്ഥലം കണ്ടു. ഞങ്ങളിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ആൾക്കാരൊക്കെ അങ്ങോട്ട് നടക്കുന്ന വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ ഞങ്ങൾ ഈ സ്ഥലം കണ്ടു. ഇവിടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി, പുതിയൊരു സ്ഥലമാണല്ലോ. ഞങ്ങളങ്ങനെ അവിടെ ഇരുന്നപ്പോൾ ശ്രീഷ്മയുടെ 2 കൊളീഗ്സ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഞങ്ങളെയും കൂട്ടി നേരെ മിലനോയിലേക്ക് വന്നു. ഐസ്ക്രീം പാർലർ പോലെയാണ്, പാർലറല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഷുഗർ ഫ്രീ അല്ലെങ്കിൽ ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള നല്ല ഐസ്ക്രീംസ് കിട്ടുന്ന ഒരു പ്ലേസാണ്. കൊച്ചിയിലുള്ളവർക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും. അങ്ങനെ കുറച്ച് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സൊക്കെ മിക്സ് ചെയ്ത് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. ശ്രീഷ്മയുടെ ഫ്ലേവേഴ്സാണ് അവർ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും തീർന്നു എന്ന്, പക്ഷേ അല്ല. ഞങ്ങൾ നേരെ മഞ്ഞയിലേക്ക് പോയി ഒരു കട്ടൻ കാപ്പി കുടിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.